മകന്റെ നേരെ ചെരിപ്പൂരിയെറിഞ്ഞത് ചോദ്യം ചെയ്ത പിതാവിനും മാതാവിനും കുട്ടിക്കും ക്രൂരമർദ്ദനം. ലഹരി ഉപയോഗത്താൽ അക്രമാസക്തനായ യുവാവ് ചോദ്യം ചെയ്യുവാനെത്തിയ നാട്ടുകാരെയും ആക്രമിക്കുവാൻ ശ്രമിച്ചു. കൊമ്പനാടാണ് സംഭവം. ഞായറാഴ്ച ഉച്ചയോടെ കൊമ്പനാടാണ് സംഭവം. ആക്രമണത്തിൽ കൊമ്പനാട് സ്വദേശി 48 വയസ്സുകാരൻ ബൈജു, ഭാര്യ 39 വയസ്സുകാരി ലിനു, 14 വയസ്സുള്ള മകൻ എന്നിവർക്ക് മർദ്ദനമേറ്റു. 12 വയസ്സുള്ള ഇളയ ആൺകുട്ടി ഭയന്ന് മാറി നിൽക്കുകയായിരുന്നു. ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായ കൊമ്പനാട് സ്വദേശി 24 വയസ്സുകാരൻ വിഷ്ണുവിനെ കുറുപ്പമ്പടി പോലീസ് പിടികൂടി. ലിനുവിൻ്റെ കഴുത്തിനും വാരിയെല്ലിനും പരിക്കേറ്റു. ഞങ്ങൾ മിനിഞ്ഞാന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ചർച്ച കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങളൊരു കുഞ്ഞിന് ഉടുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊമ്പനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കടയിൽ കയറിയതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഉടുപ്പ് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 2 യുവാക്കൾ അവിടെ കടയിൽ വന്ന് അവർക്കുള്ള സാധനം വാങ്ങി തിരിച്ച് കടയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൂത്തയാളുടെ ചെരുപ്പ് അതിലൊരാൾ ഇട്ടിട്ട് പോയി. അപ്പോൾ കുഞ്ഞ് ഓടിപ്പോയിട്ട് ചേട്ടാ അതെൻ്റെ ചെരുപ്പാണ്, എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അപ്പം എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണമെന്നും പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചത് ചോദിച്ചപ്പോഴേക്ക് അവന് അതിലൊരു ചെരുപ്പൂരി ഒറ്റ ഇറങ്ങെറിഞ്ഞു കൊച്ചിൻ്റെ മേത്തേക്ക്. ഇത് കണ്ടുകൊണ്ടാണ് ഹസ്ബൻഡ് ഓടി ചെല്ലണത്. ഹസ്ബൻഡ് എന്താണ് അത് കൊച്ചിൻ്റെ ചെരുപ്പ് തിരിച്ചു കൊടുക്കാൻ പറയും. അതേസമയം തന്നെ അവൻ ഹസ്ബൻഡിൻ്റെ നേരെ തിരിഞ്ഞ് ഹസ്ബൻഡിനായിട്ട് ആക്രമണമായി. പിടിച്ചു വലിച്ച് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. ഞങ്ങളും ഓടി വന്നു. ഞാനുണ്ട്, ചെറിയൊരു കുഞ്ഞുണ്ട് 12 വയസ്സ്, അവനും ഓടി വന്നു. പിന്നെ കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു. ഹസ്ബൻഡിനെ അടിക്കാൻ വന്നപ്പോഴേക്കും ഞാൻ മുന്നിൽ കയറി നിന്നു. അപ്പോൾ ചെരുപ്പോ ചോദിച്ചിട്ട് അവന് മറ്റേ കാലയിൽ നിന്ന് അടുത്ത ചെരുപ്പ് ഊരി എറിഞ്ഞത് എൻ്റെ മേത്താണ് വീണത്. എന്നിട്ടും അവൻ്റെ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല, അവന് ഹസ്ബൻഡിനെ അടിക്കണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ മുന്നിലോട്ട് കയറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അടിച്ചടി നമ്മുടെ ചെവിടത്തായിട്ടും പിന്നെ ഈ കഴുത്തിൻ്റെയും ചെവിയുടെയും പുറകിലായിട്ടും പിന്നെ ഇത് ഇവിടെയായിട്ടൊക്കെയാണ് ഇടിയും അടിയൊക്കെ കിട്ടിയത്. പിന്നെ നമ്മളെ പിടിച്ച് ബലമായി ശരീരത്തിൽ പിടിച്ചങ്ങോട്ട് ഉന്തുമായിരുന്നു. ഇവിടെയൊക്കെ ആയിട്ട് മൊത്തം വേദനകളാണ് ശരീരത്തുള്ളത്. അതേപോലെ ഹസ്ബൻഡിനെ മൊത്തം ഉപദ്രവിച്ചു. ഷർട്ടെല്ലാം വലിച്ചു കീറി, കുനിച്ച് തീർത്തിയും അതൊക്കെ. അപ്പം മൂത്ത മോനും അതേസമയം ഞങ്ങളെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട് അത് ഓടി വന്നു. അവനും തടയാൻ പറ്റുന്ന പോലെ ശ്രമിച്ച സമയത്ത് അവൻ്റെയും തലയിലും കഴുത്തിലും പുറത്തൊക്കെ ആയിട്ട് മോനും അടി കിട്ടി. കുഞ്ഞ മോനാണെങ്കിൽ പേടിച്ച് വരണ്ട് അപ്പനെയും അമ്മേനെയും ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അത് ആ കടയുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അതേപോലെ കണ്ട ഒരു ചേച്ചിയും ചേട്ടനും ഓടി വന്നു. എന്താണ് നമ്മൾ ചെയ്യണേന്ന് ചോദിച്ചു. അവരെയും അവൻ ഒരു ആ ചേട്ടൻ്റെ കൊളറ കയറി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ഞങ്ങൾ പോലീസ് വന്നു കുറുപ്പമ്പടിയിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ അവൻ വടിവാളുമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അയൽവക്കത്തുനിന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും പേടിയായി, പിള്ളേർക്കും പേടിയായി ആകൊരുത്. അപ്പോൾ പിന്നെയും പോലീസുകാർ അവരെ വീടിൻ്റെ ഭാഗത്ത് ചെന്നു. അവനെ ബലമായി പോലീസ് 2 വണ്ടി പോലീസ് വന്നിട്ടാണ് അവനെ നാട്ടുകാരും കൂടെ ബലമായിട്ട് അവനെ ബെത്സൈദ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവൻ അവിടെ വെച്ചും അവന് അവിടുന്ന് അവരുടെ പിടുത്തം പിടിയിച്ച് അവൻ ചാടിക്കളഞ്ഞ് ഓടി. പിന്നെ വേറെ ആരൊക്കെയോ കൂടി പിടിച്ച് ഇപ്പോൾ കോലഞ്ചേരിയിലാണ് അവനെ കൊണ്ടുവന്ന് അഡ്മിഷൻ ആക്കിയേക്കാണ്. ഞങ്ങൾക്ക് വളരെയധികം പേടിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ജീവന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവർക്കും പേടി, നമുക്കും ജോലിക്ക്. ഇപ്പം എനിക്ക് ഇന്നലെ വേദന കൂടിയിട്ട് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കണ്ടു, എക്സ്റേ എടുത്തു. കഴുത്തിനൊക്കെ നീർക്കെട്ടും വേദനകളുമാണ്, സ്പ്രെയിനാണ്. റിബിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണം. അതിൻ്റെ റെസ്റ്റിൽ ഞങ്ങളാകെ പേടിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പേടി. നാളെ ഞങ്ങളുടെ ജീവന് എന്താ പറയാമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയണില്ല. 2 പേരുണ്ടായിരുന്നു, പക്ഷെ മർദ്ദിച്ചത് മുഴുവൻ ഒരാളാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.